നമ്മുടെ ദുഃഖങ്ങൾക്കും പരാതികൾക്കും ഒരു പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ പോയ ഞങ്ങൾക്കുണ്ടായ അനുഭവം തികച്ചും വേദനാജനകമായിരുന്നു. അദ്ദേഹം പ്രശ്നങ്ങളെ സമീപിച്ചത് തന്നെ മുൻവിധിയോടുകൂടെ ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്കൊരിക്കലും നീതി ലഭിക്കുകയില്ലെന്നും ഞങ്ങൾക്ക് ബോധ്യമായി. പക്ഷേ ഒരു രാജ്യമെന്നും സർക്കാരെന്നും പറയുന്നത് ഒരു മുഖ്യമന്ത്രി മാത്രമല്ലെന്ന് അറിയാവുന്ന നമ്മൾ എല്ലാം സഹിച്ച് കീഴടങ്ങാൻ ഒരുക്കമല്ല. ഇവിടെ ഈ മലയടിവാരത്തിൽ കിടക്കുന്ന കിളിപാടിയിലെ സാധുക്കളും ശുദ്ധാത്മാക്കളുമായ മനുഷ്യരുടെ ശക്തി എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിനും നീതിക്കും വില കൽപ്പിക്കുന്ന മനുഷ്യർ ഈ രാജ്യത്തുണ്ടെങ്കിൽ അവരുടെ മനസാക്ഷി നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മനുഷ്യത്വം തൊട്ടുതെറിച്ചിട്ടില്ലാത്ത കുറെ പോലീസുകാർ നമ്മുടെ ഈ ഗ്രാമത്തിൽ നടത്തിയ സംഹാര താണ്ഡവത്തിനുള്ള പരിഹാരം പിടിച്ചു വാങ്ങാൻ നാം ഒന്നായി കളക്ടറിലേക്ക് മാർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് നിങ്ങൾ ഒരുക്കമാണോ എന്ന് എനിക്കറിയേണ്ടത്. മതി മതി, നമുക്കിനി ഒന്നും ആലോചിക്കാനില്ല. അയ്യോ, രക്ഷപ്പെട്ടു. അവസാനം സമ്മതിപ്പിച്ചെടുത്തു. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നറിയാവോ. ഞാനൊരാൾ അല്പം ബുദ്ധിമുട്ടിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം തീർത്തു. മനസ്സിലായില്ലല്ലോ. അയ്യോ, എന്റെയോ? ഞാനല്ലേ നിങ്ങളുടെ വട്ടപ്പാറ MLA. പറഞ്ഞത് മനസ്സിലായില്ല. അതായത് നമ്മുടെ ഈ കിളിപാലയിൽ ചെറിയ ബലാത്സംഗമൊക്കെ നടന്നല്ലോ. തീരെ വശം കെട്ട് പോയവർക്ക് ആളൊന്നൊക്കെ 1500 രൂപ വെച്ച് കൊടുക്കാൻ ഞാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തിട്ടുണ്ട്. 1500 രൂപ ചെറിയ തുകയൊന്നുമല്ലല്ലോ, വലിയ തുകയല്ലേ? അപ്പോ നമ്മുടെ ഈ കളക്ടറേറ്റിലേക്കുള്ള മാർച്ച് നമുക്കൊന്ന് മാറ്റിവെക്കാം. അതിനു മുൻപ് ഞാനൊരു ചെറിയ നിർദ്ദേശം വെച്ചോട്ടെ. തുക പോരണ്ടായിരിക്കും, 100 കൂട്ടാം. ഇതിപ്പോ 1500 രൂപയല്ലേ? ഞാനൊരു 15000 രൂപ തരാം. തന്റെ അമ്മയെയോ ഭാര്യയെയോ എന്നോട് വിട്ടുതരാവോ? എന്താണോ കിളിപാടിയിലെ പെണ്ണുങ്ങൾ പാവങ്ങളായതുകൊണ്ടാണോ അവരെ ബലാത്സംഗം ചെയ്തിട്ട് പണം കൊടുത്ത് പരിഹാരം കണ്ടെത്താമെന്ന് കരുതിയത്? അവർക്ക് നിങ്ങളുടെ അത്ര പണമില്ലായിരിക്കാം, പക്ഷേ അഭിമാനം നിങ്ങൾക്കുള്ളതിന്റെ 100 ഇരട്ടിയാണ്. ഞങ്ങൾ കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത് ഞങ്ങളുടെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തതിന്റെ കൂലി വാങ്ങിക്കാനല്ല. കൂറ്റൻ കാളകളെ പോലെ പാതിരായ്ക്ക് ഞങ്ങളുടെ വീടുകളിൽ കടന്നുവന്ന് എല്ലാം ചവിട്ടി മെതിച്ച പോലീസുകാരെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത മനുഷ്യത്വമില്ലാത്ത മന്ത്രിമാരോട് ഭരിച്ചുകൂടാ. അത് ഇത്ര വിഷമിക്കാൻ എന്തുണ്ടായി? സാർ, അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരനുസരണയുള്ള പാർട്ടി പ്രവർത്തകനായിരുന്നു ഞാൻ. പിരിവിനെന്ന് പറയുമ്പോൾ പിരിവിനും, എന്തിന് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അന്നും ഇന്നും ഞാൻ മുന്നിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അതിനുവേണ്ടി പല മുതലാളിമാരുടെയും മുമ്പിൽ എന്റെ സ്ഥാനം പോലും വിട്ട് ഞാൻ പല്ലിളിച്ച് നിന്നിട്ടുണ്ട്. ഇനി എനിക്കതാവില്ല സർ. മറ്റെന്തിനേക്കാൾ നമുക്ക് വലുത് ജനങ്ങളാണ്. നമുക്ക് വോട്ട് തന്ന് ഇവിടെ എത്തിച്ച നമ്മുടെ ജനങ്ങൾ. ഇവിടുത്തെ പോലീസ് ആ ഗ്രാമത്തിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ ഞാൻ നേരിട്ട് കണ്ടതാണ് സർ. അതുകൊണ്ട് നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി സാർ വേണ്ടത് ഉടനെ ചെയ്യണം. കിളിപാടിക്കാരുടെ കളക്ടറേറ്റ് മാർച്ചിനെ കുറിച്ച് അങ്ങക്ക് എന്താ പറയാനുള്ളത്? എന്തു പറയാൻ, പത്രക്കാരായ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പരിപാവനമായ ജനാധിപത്യം പരിപാവനമായി കാത്തു സൂക്ഷിക്കുന്ന മഹത്തായ ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. ഇവിടെ ആർക്കും എവിടെയും മാർച്ച് നടത്താം. പക്ഷെ അവരാവശ്യപ്പെടുന്നത് ഈ മന്ത്രിസഭയുടെ രാജിയാണല്ലോ. അതവരുടെ വെറുമൊരു ആഗ്രഹം മാത്രമല്ലേ. ഈ മന്ത്രിസഭ രാജിവെച്ചതുകൊണ്ട് അവർക്ക് എന്ത് പ്രയോജനം? രാജിവെച്ചാൽ അവരുടെ സ്ത്രീകളുടെ കവർന്നെടുത്തു എന്ന് പറയുന്ന ചാരിത്രം തിരിച്ചു കിട്ടുമോ? പറയണം. പോലീസുകാർ പാതിരാത്രിയിൽ കിളിവാടിയിലെ വീടുകളിൽ കയറി ആക്രമണം കാണിച്ചതിനെ കുറിച്ച് എന്തു പറയുന്നു? അബദ്ധം പറയാതിരിക്കും. പോലീസുകാർ സമാധാന പാലകരാണ്. അവർ ഒരിക്കലും ആക്രമണം കാണിക്കില്ല. ഞാൻ ആരോപണം നിഷേധിക്കുന്നു. അങ്ങ് ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് ക്രമസമാധാന രംഗം ഇത്ര വഷളായതെന്ന് പരാതിയുണ്ടല്ലോ. ഉദാഹരണം, പോലീസ് സ്റ്റേഷൻ തീവയ്ക്കുക, മീശ പറിക്കുക, തുണി ഉരിയുക, ആദിവാസികളെ മദ്യം കൊടുത്ത് നൃത്തം ചെയ്യിക്കുക, അന്ധവിദ്യാർത്ഥികളെ മർദ്ദിക്കുക തുടങ്ങിയവയൊക്കെ. ചേച്ചി, ഞാൻ ഈ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് ക്രമസമാധാനം എന്നൊന്ന് ഉണ്ടായത് തന്നെ. ഇത്തരം സില്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. പഴയ പോലീസ് മന്ത്രിയുടെ പരിചയക്കാരായ ചില പോലീസുകാർ പുതിയ പോലീസ് മന്ത്രി കൂടിയായ അങ്ങയെ താറടിക്കുന്നതിന് വേണ്ടി കിളിപാടിയിൽ മനഃപൂർവ്വം ആക്രമണം നടത്തിയതാണെന്ന് പറഞ്ഞാൽ അങ്ങ് സമ്മതിക്കുമോ? കിളിപാടിയിൽ ആക്രമണം നടന്നിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ SP സർക്കിളിനെയും സസ്പെൻഡ് ചെയ്തതിനാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് അതാണ്. ആരോപണം ഉണ്ടായപ്പോൾ ആരോപണം ശരിയോ തെറ്റോ എന്ന് നോക്കാതെ ആരോപണ വിധേയരായവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ തന്നെ കിളിപാടിയിൽ പോയി നേരിട്ട് അന്വേഷിക്കാമെന്ന് വെച്ചു. ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചാൽ അത് പ്രഹസനമാണെന്നും കളിപ്പീരാണെന്നും ഒക്കെ പറയും. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് പോകാമെന്ന് വെച്ചത്. എവിടെയെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് പോയി
അന്വേഷണം നടത്തിയതായി ചരിത്രമുണ്ടോ? ഇതിനേക്കാൾ വലിയ ജനാധിപത്യം എന്താണ് വേണ്ടത്? പറയൂ. കിളിപ്പാടി എന്ന ഗ്രാമത്തിൽ നടന്നതായി പറയപ്പെടുന്ന സംഭവങ്ങളെക്കുറിച്ച് നേരിട്ട് അന്വേഷിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് കിളിപ്പാടി സന്ദർശിക്കുന്നതാണ്. ഇതിനു മുന്നോടിയായി SP മുരുകേശിനെയും സർക്കിൾ ഇൻസ്പെക്ടർ തമ്പി തോമസിനെയും അന്വേഷണ വിധേയരായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഗ്രാമത്തിൽ ഇത്ര വലിയ സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു സർ. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട നിരപരാധികളായ കുറെ സാധുക്കൾ മാത്രമേ ഇവിടെയുള്ളൂ. അവരാണെങ്കിലോ ശബ്ദിക്കാൻ പോലും കഴിയാതെ വിങ്ങിപ്പൊട്ടി കഴിയുക. ചോദിക്കണം സാർ ഇവരോടൊക്കെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. അവർക്കിനി നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്. എനിക്കിത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഒരേ സമയം ഈ കണ്ട വീടുകളിലെല്ലാം പോലീസുകാർ കയറി. അതാണ് സാർ ഉണ്ടായത്. ഞങ്ങൾ പോലീസുകാർ വരുമെന്ന് ഭയന്ന് അവരിൽ നിന്നും രക്ഷപ്പെടാനായി രാത്രി മുഴുവൻ ആ കാണുന്ന കുന്നിന്റെ പിറകിലുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ അമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരും എല്ലാം ക്രൂരമായി. കുട്ടിയെങ്കിൽ വരൂ. ഇവർ പറയുന്നതെല്ലാം ശരിയാണോ? പോലീസുകാർ നിന്നോട് ക്രൂരമായി പെരുമാറിയോ? അവർ കുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിച്ചോ? അവർ കുട്ടിയെ റേപ്പ് ചെയ്തോ? എടി അവർ തന്നെ റേപ്പ് ചെയ്തോന്ന്, ബലാത്സംഗം ചെയ്തോന്ന്. നിങ്ങൾക്കറിയണമല്ല. നിർബന്ധമാണെങ്കിൽ പറയാം, എങ്ങനെ പറയാം ഓരോ നിമിഷങ്ങളിലും എന്താണ് സംഭവിച്ചതെന്ന്. ജനിച്ച നാൾ മുതൽ തപസ് ചെയ്ത് കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ സ്ത്രീത്വം വെറും ഒരു നിമിഷം കൊണ്ട് എങ്ങനെ നശിച്ചുവെന്ന് അറിയണോ നിങ്ങൾക്ക്? അത് കേട്ടാലും ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാം. ബലാത്സംഗം നടന്നു എന്നതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന്. എത്ര തന്റെയുള്ള പെണ്ണിനും സ്വന്തം മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും നാട്ടുകാരുടെയും മധ്യത്തിൽ ഉത്തരം നൽകാനാവാത്ത ചോദ്യങ്ങൾ. ഇല്ല സാർ, അവിവാഹിതയായി ഇവിടുത്തെ ഒരു പെണ്ണിനും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഇവരാരും തങ്ങളുടെ ചരിത്രം നഷ്ടപ്പെട്ടുവെന്ന് പരസ്യപ്രസ്താവന നടത്താനും പോകുന്നില്ല. പുറം ലോകം എന്തെന്നറിയാത്ത, ഒരു തീവണ്ടി പോലും കണ്ടിട്ടില്ലാത്ത പാവപ്പെട്ടവരാണ് ഈ നാട്ടിലുള്ളത്. അവർക്ക് പൗരാവകാശങ്ങളെ പറ്റിയോ നിയമങ്ങളെ പറ്റിയോ ഒന്നും അറിയില്ല സാർ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇനി ആര് വിചാരിച്ചാലും തിരിച്ചു തരാനാവില്ല. ഇല്ല, അതാവില്ല. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ, ശരി തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ആ പോലീസുകാരെയൊക്കെ വരുത്തി ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്താം. നിങ്ങൾക്ക് തന്നെ കുറ്റവാളികളെ കണ്ടുപിടിക്കാമല്ലോ. എന്താ അതുപോലെ? വേണ്ട, അത് വേണ്ട സാർ. എന്നെ നശിപ്പിച്ചവനെ എനിക്കറിയാം. ഒരിക്കലും മറക്കാൻ പറ്റാനാവാത്ത ഒരടയാളം ഞാൻ അവന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കാര്യം അതല്ല. ഇരുട്ടിൽ തങ്ങളെ നശിപ്പിക്കാൻ എത്തിയ മൃഗങ്ങളുടെ കാക്കിത്തോലിന്റെ പരിവരിപ്പ് മാത്രമേ ഇവർക്കറിയൂ. വേണ്ട സാർ, ഇവർക്ക് ആ മൃഗങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. ഇനി ഇങ്ങനെയുള്ള നാടകങ്ങൾ നടത്തി ഞങ്ങളുടെ മനസ്സിലേറ്റ മുറിവിൽ വീണ്ടും കുത്തി നോവിക്കാതിരുന്നാൽ മതി. കൊടുങ്കാറ്റ് വീശിയ ഒരു ഭീകര രാത്രിയിൽ ഞങ്ങൾ കണ്ട ഒരു പേടി സ്വപ്നമായിരുന്നു അത് എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്കൊരു അപേക്ഷയുള്ളൂ, ഇനി ഇത് ആവർത്തിക്കരുത്. ഒരിടത്തും നിരപരാധികളായ പെൺകുട്ടികളുടെ ചാരിത്രം കവർന്നെടുക്കാൻ ഇവിടുത്തെ പോലീസിനെ അനുവദിക്കരുത്. എന്തോ എന്റെ പോലീസിനെ പറ്റി എനിക്കൊരു സംശയവുമില്ല. എങ്കിലും ഞാൻ അന്വേഷിക്കാം, വേണ്ടതെല്ലാം ചെയ്യാം. എന്താ, വരട്ടെ? പ്രിയപ്പെട്ട മുഖ്യൻ, താങ്കൾ ഈ വരികൾ ഓർക്കുന്നുണ്ടോ? പണ്ട് സ്വദ്യം അകീർത്തികരമർജുന ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വവപദ്യുപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കൂ. ഈ നാടിന് മോചനം തരൂ.